നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ നിന്നും അവസാന നിമിഷം ജോ ബൈഡൻ വിട്ടുനിന്നത് ആരും മറന്നിട്ടുണ്ടാകില്ല. അന്ന് ഇന്ത്യ അധികാരം കാണിച്ച് ഭയപ്പെടുത്താൻ ശ്രമിച്ച ജോ ബൈഡൻ ഇപ്പോൾ പത്തിയും മടക്കി ഇന്ത്യയുടെ അടുത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ വർഷം ഇന്ത്യയിൽ നടക്കുന്ന ക്വാഡ് രാഷ്ട്രത്തലവന്മാരുടെ വാർഷിക ഉച്ചകോടിയിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ പങ്കെടുക്കുമെന്നാണ് വൈറ്റ് ഹൌസ് അറിയിച്ചിരിക്കുന്നത്. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും നിലവിലെ പരിപാടിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെന്നും വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി കമ്മ്യൂണിക്കേഷൻസ് ഉപദേഷ്ടാവ് ജോൺ കിർബി വ്യക്തമാക്കി. ബൈഡൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെങ്കിലും അതിന് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളിൽ മാറ്റം വരുത്തുകയോ ചുമതലകളിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ജോൺ കിർബി പറഞ്ഞു. അദ്ദേഹം ഇപ്പോഴും കൃത്യമായ ഇടപെടലുകൾ നടത്താൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുണ്ട്. ഉക്രൈൻ വിഷയത്തിൽ അദ്ദേഹം തുടർന്നും ഇടപെടും. ഗാസയിൽ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കും. കാലാവസ്ഥാ വ്യതിയാനം എന്ന ആഗോള വിഷയം, ഇൻഡോ പസഫിക് മേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങി അദ്ദേഹം ഇനിയും ഈ സ്ഥാനത്തിരുന്ന് ഇടപെടേണ്ടുന്ന വിഷയങ്ങളുണ്ടെന്നും ജോൺ കിർബി പറയുന്നു. രാജ്യത്തെയും പാർട്ടിയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയെന്ന് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പദവിയേക്കാൾ പ്രധാനം ജനാധിപത്യത്തിന്റെ സംരക്ഷണമാണെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജോ ബൈഡൻ പറഞ്ഞു. പുതിയ തലമുറയ്ക്ക് ബാറ്റൺ കൈമാറുകയാണെന്ന് ഞാൻ തീരുമാനിച്ചു. പദവിയേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ജനാധിപത്യത്തിനാണ്. രാജ്യത്തെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗം ഇതാണ്. എന്നാൽ പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും കഴിഞ്ഞ തവണ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ നിന്നും അവസാന നിമിഷം ബൈഡൻ പിന്മാറിയത് ഇന്ത്യ മറക്കാൻ വഴിയില്ല. എല്ലാ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്തിയതിനു ശേഷമാണ് അവസാന നിമിഷം ബൈഡൻ പിന്മാറിയത്. ഇതിന് കാരണമായി പറഞ്ഞത് ഖാലിസ്ഥാൻ ഭീകരർക്കെതിരെ ഇന്ത്യ നടത്തുന്നു എന്ന് പറഞ്ഞ പോരാട്ടമായിരുന്നു. ഇതിനെ തുടർന്ന് ഇന്ത്യ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനെ ക്ഷണിക്കുകയും റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അമേരിക്ക തന്ന പണിക്ക് തിരിച്ചു പണി ഇന്ത്യ കൊടുക്കുകയും ചെയ്തിരുന്നു. അമേരിക്കയിൽ നിന്നും വാങ്ങാൻ വേണ്ടിയിരുന്ന കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങളാണ് ഇന്ത്യ അതിനുശേഷം ഫ്രാൻസിൽ നിന്ന് വാങ്ങിയത്. പണി പാളി എന്ന് മനസ്സിലായപ്പോഴേക്കും കാര്യങ്ങൾ അമേരിക്കയുടെ കയ്യിൽ നിന്നും വിട്ടുപോയിരുന്നു. ഇന്നിപ്പോൾ ഇത്രയും ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോഴും കഷ്ടപ്പെട്ട് ഇന്ത്യയിലേക്ക് ജോ ബൈഡൻ വരുന്നത് അയാൾക്ക് തലയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് പഴയ പ്രതിപത്തി ഇപ്പോൾ ഇന്ത്യക്ക് അമേരിക്കയോട് ഇല്ല എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ജയിച്ച പാടെ മോഡി നടത്തിയ റഷ്യൻ യാത്ര അതിന് അടിവരയിടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അമേരിക്കയ്ക്ക് ഇപ്പോഴെങ്കിലും കാര്യം മനസ്സിലായത് നന്നായി എന്നേ പറയാനുള്ളൂ. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.